പ്രമേഹമുള്ളവർ ഈ 4 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇന്ന് ചെറുപ്പക്കാരിൽ പോലും പ്രമേഹം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏതൊരു പ്രമേഹ രോഗിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കാം. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട്. 1. രക്തപരിശോധന. എല്ലാ ദിവസവും പ്രമേഹം പരിശോധിക്കുന്നത് നല്ലതാണ്. രക്തത്തിലെ പ്രമേഹത്തിന്റെ അളവ് മനസ്സിലാക്കാനും അതനുസരിച്ച് മുൻകരുതലുകൾ എടുക്കാനും രക്തപരിശോധന സഹായിക്കും. 2. മരുന്ന് കഴിക്കുക. ചിലർ പ്രമേഹം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കാൻ മടിക്കുന്നത് കാണാം. എന്നാൽ ശരിയായ വിധത്തിൽ വൈദ്യസഹായം തേടുന്നതും മരുന്ന് കൃത്യമായി കഴിക്കേണ്ടതുമായ രോഗം കൂടിയാണ് പ്രമേഹം. പ്രമേഹം നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ മറ്റു പല രോഗങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. 3. ഡയറ്റ്. മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം പോരാ, ശരിയായ വിധത്തിൽ നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറ്റ് എടുക്കേണ്ടതും അനിവാര്യമാണ്. ഡയറ്റ് എടുക്കുമ്പോൾ പ്രോട്ടീൻ, ഫൈബർ എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ ചേർക്കാവുന്നതാണ്. പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ സാധിക്കുന്ന പഴങ്ങൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. 4. വ്യായാമം. ഏതൊരു രോഗവും നിയന്ത്രിക്കാൻ വ്യായാമം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. ഒപ്പം പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രമേഹമുള്ളവർ ശരീരത്തിൽ മുറിവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിൽ മുറിവ് വന്നാൽ അവ ഉണങ്ങാൻ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് കാൽപാദങ്ങളിൽ മുറിവുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം പ്രമേഹ രോഗികളിൽ തിമിരം പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ കണ്ണിന്റെ ആരോഗ്യം പരിപാലിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. രക്തത്തിൽ പ്രമേഹം അമിതമാണെങ്കിൽ വൃക്കയുടെ ആരോഗ്യം സാവധാനത്തിൽ നശിക്കുന്നതാണ്. അതിനാൽ പ്രമേഹം നിയന്ത്രിച്ച് നിലനിർത്താൻ ശ്രമിക്കുക. വൃക്കയുടെ ആരോഗ്യം നിലനിർത്താനുള്ള മുൻകരുതലുകളും പാലിക്കുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.